കലോത്സവ നഗരിയിലേക്ക് എന്തൊക്കെ ഇതാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഈ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 4-ാം തീയതി മുതൽ 8-ാം തീയതി വരെ കുട്ടികളും രക്ഷകർത്താക്കളും എല്ലാം തന്നെ ഒപ്പം പൊതുജനങ്ങളും എത്തിച്ചേരുകയാണ്. അവരെ സഹായിക്കുന്നതിന് വേണ്ടി കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെയും കേരള പോലീസ് അസോസിയേഷൻ്റെയും കൊല്ലം സിറ്റി ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിലും കൊല്ലം ജില്ലാ പോലീസ് സൊസൈറ്റി നേതൃത്വത്തിലും ഈ വരുന്ന മുഴുവൻ ആൾക്കാർക്കും ആവശ്യമായിട്ടുള്ള രാവിലെ നമ്മൾ ചായയും സ്നാക്സും നൽകും. തുടർന്ന് ശീതള പാനീയങ്ങളും ഫ്രൂട്ട്സ് ഐറ്റംസും നൽകുകയും വൈകിട്ട് വീണ്ടും ചായ സ്നാക്സ്, തുടർന്ന് നമ്മൾ ചുക്ക് കാപ്പി, കട്ടൻ കാപ്പി അടക്കമുള്ള വിവിധ തരത്തിലുള്ള പാനീയങ്ങളും 24 മണിക്കൂറും നമുക്ക് ഇവർക്ക് ആവശ്യമുള്ള ഔഷധ വെള്ളവും കുടിവെള്ളമായിട്ട് നമ്മൾ നൽകുവാനാണ് ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. 2008 കൊല്ലത്ത് നടന്ന ആദ്യത്തെ സംസ്ഥാന സമ്മേളനത്തിലാണ് ഈ ഉദ്യമം നമ്മൾ പോലീസ് സംഘടനകൾ നിലയിൽ ഏറ്റെടുത്തിരിക്കുന്നത്. പോലീസ് പൊതുജന ബന്ധം സൗഹൃദം കൂട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പോലീസ് സംഘടനകളുടെയും ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്നുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഉദ്യമം നടത്തുന്നത്. ഏറെ വിഷമകരമായിട്ടുള്ള ഒരു സാഹചര്യമാണെങ്കിൽ പോലും ഡ്യൂട്ടിയെല്ലാം തന്നെ കൂടി നിൽക്കുക പോലും പൊതുജനങ്ങൾക്ക് ആവശ്യമായ ഒരു സർവീസ് നൽകുക എന്ന ഉദ്ദേശത്തോടെ സംഘടനയുടെ ഒരു നേതൃത്വത്തിലാണ് ഈ പരിപാടി നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഏതൊക്കെ സംഘടനകളാണ് ഇപ്പോൾ ഇതിൽ നിങ്ങളുടെ കൂടെ യോജിച്ച് പ്രവർത്തിക്കുന്നത്? കേരള പോലീസ് അസോസിയേഷൻ, കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ, പിന്നെ ജില്ലാ പോലീസ് സൊസൈറ്റി, ജില്ലയിലെ പോലീസുകാരുടെ ഒരു സൊസൈറ്റിയുണ്ട്. ഈ 3 സംവിധാനങ്ങളോട് ചേർന്നാണ് പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടാണ് നമ്മൾ ഇത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് ഏറ്റവും ഹൈജീനിക്കായിട്ട്, ഏറ്റവും എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്ലാസ്റ്റിക്കൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് ഏറ്റവും ഹൈജീനിക്കായിട്ട് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത് ഈ സാധനങ്ങൾ, ഇപ്പോൾ രാവിലെ ചായ, സ്നാക്സ്, അതുപോലെ തന്നെ ഈ ഫ്രൂട്ട്സ് ഐറ്റംസ്, നാരങ്ങ വെള്ളം, പിന്നെ ഉച്ചയ്ക്ക് ശേഷം ചുക്ക് കാപ്പി, ഫുൾ ടൈം രാത്രി മുഴുവൻ ചുക്ക് കാപ്പി കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട്. അതേപോലെ തന്നെ ഈ പിന്നെ കുടിവെള്ളം, തിളപ്പിച്ചാറ്റിയ വെള്ളം മുഴുവൻ സമയം കൊടുക്കുന്നു. അപ്പോൾ അതുകൂടാതെ നമ്മുടെ പോലീസിൻ്റെ ഒരു കൗൺസിലിംഗ് യൂണിറ്റ് ഉണ്ട്. അപ്പോൾ ഈ മത്സരങ്ങളിൽ പരാജയപ്പെടുന്നതും അതുപോലെ തന്നെ പല കുട്ടികൾക്ക് സ്ട്രെസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് അങ്ങനൊരു സാഹചര്യം വരികയായി കൗൺസിലിംഗ് കൊടുക്കാനുള്ള ഒരു സംവിധാനം കൂടെ ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡ്യൂട്ടിയിലുള്ളത് 500-ൽ പരം പോലീസ് ഉദ്യോഗസ്ഥരാണ് ഡ്യൂട്ടിയിലുള്ളത്. നമ്മുടെ ഈ പവലിയനിൽ നമ്മുടെ സംഘടനാ ഭാരവാഹികളും അത്യാവശ്യം പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ കാണും. അന്നേരത്തെ ഡ്യൂട്ടിയും വിത്ത് ഡ്യൂട്ടിയായിട്ട് ഉള്ള ആൾക്കാരാണ് ഈ കാര്യങ്ങളിലൂടെ ചെയ്യുന്നത്. 62ാമത് കേരള സ്കൂൾ കലോത്സവത്തിന് വേണ്ടി എല്ലാ വിധത്തിലുള്ള സജ്ജീകരണങ്ങളും ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പോലീസ് കൺട്രോൾ റൂമും പോലീസ് പവലിയനും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇവിടെ വരുന്നവർക്ക് വേണ്ടിയുള്ള എല്ലാ സർവീസസും പ്രൊവൈഡ് ചെയ്യുന്നത് ഈ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പോലീസ് പവലിയനാണ്. നമ്മുടെ പിന്നിൽ കാണുന്ന കേരള പോലീസ് അസോസിയേഷനും കേരള പോലീസ് ഓഫീസ് അസോസിയേഷനും കൊല്ലം ജില്ലാ പോലീസ് സഹകരണ സംഘവും എന്ന 3 ഫെഡറേഷൻസ് ചേർന്നിട്ട് രൂപീകരിച്ചിരിക്കുന്ന ഒരു പോലീസ് പവലിയനാണ്. 6 ദിവസത്തേക്ക് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള സർവീസസും ഇവിടെ വരുന്ന കാൻഡിഡേറ്റ്സിനും ഇവിടെയുള്ള ആളുകൾക്കും കുടിവെള്ളം അടക്കം പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ദൗത്യമാണ് ഇവർ ഏറ്റെടുത്തിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ സഹായങ്ങൾക്കും റെഡിയായി ഊർജ്ജത്തോടു കൂടി നിൽക്കുകയാണ് പവലിയൻ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റാള്. ഇവിടുത്തെ ഈ 3 ഫെഡറേഷനും ചേർന്നിട്ട് രൂപീകരിച്ചിരിക്കുന്ന ഈ ഒരു പവലിയൻ സ്റ്റാളിലെ എല്ലാവരും ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും എല്ലാവിധ ഭക്ഷണവും വെള്ളവും അടക്കം എല്ലാവിധ സഹായങ്ങളും നൽകാൻ റെഡി ആയിട്ടാണ് ഇരിക്കുന്നത്. കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറാമാൻ സതീഷിനൊപ്പം ടീം മൂവി വേൾഡ് മീഡിയ.